എല്ലാവർക്കും ലിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് 15ാമത്തെ ദിവസം ഗർഭിണിയുടെ ആദ്യത്തെ മാസം നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന 6 മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗർഭിണിയുടെ 1ാമത്തെ മാസം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് പീരിയഡ്സ് മിസ്സാകുന്നത്? ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിലാണ് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ആവുന്നത്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ ലാസ്റ്റ് പീരീഡ് ആയത് ആ ദിവസം മുതൽ എന്നാണോ പീരീഡ് മിസ്സാകുന്നത് ആ ദിവസം വരെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഫസ്റ്റ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ മന്ത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന 6 ശരീര മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾ നല്ല ഷേപ്പിൽ ചുരിദാർ തയ്ക്കുന്നവരാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കുന്നത് അങ്ങനെയായിട്ട് എന്നെ വെച്ചടിച്ച പോലെ ആയിരിക്കും ഞാൻ ചുരിദാർ തയ്ക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ വയറ് ചാടിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വയറൊന്ന് ചാടിയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും സ്റ്റൊമക്ക് ഒന്ന് ചാടി മുൻപോട്ടേക്ക് വരാറുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരിക്കലും കുഞ്ഞ് വളരുന്നത് കൊണ്ടല്ല കേട്ടോ. പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസമൊക്കെ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വളർച്ച ഭയങ്കര കുറവായിരിക്കും. ചെറിയൊരു എന്താ പറയുക, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും, ഇതിന് നമ്മൾ സ്കാൻ ചെയ്യുന്ന പല മെഷീൻസിന് പോലും ഡിറ്റക്ട് ചെയ്യാനായിട്ടും പറ്റാത്ത തരത്തിലുള്ള അത്രയും ചെറുതായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞിന്റെ വളർച്ച കൊണ്ടല്ല കേട്ടോ. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ബ്ലോട്ടിംഗ് ഇഷ്യൂസ് പലർക്കും സ്റ്റൊമക്കിൽ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്നു പക്ഷെ ദഹിക്കുന്നില്ല, വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഒരു ദഹിക്കാത്ത അവസ്ഥ, പിന്നെ ഒരു തവണ വെള്ളം കുടിക്കാനായിട്ട് തോന്നാത്ത അവസ്ഥ, വയറെപ്പോഴും ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മളൊരു നല്ല ഷേപ്പ് വേറൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വയറ് പുറത്തേക്ക് ചാടി നിൽക്കില്ലേ? ഇത് പലർക്കും പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ആണ്. നമുക്ക് ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു തവണ നമ്മൾ ഗ്യാസിന്റെ ഫുഡ് കഴിച്ചിട്ടാണെന്ന് വിചാരിച്ച് സമാധാനിച്ചാലും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരുപാട് ദിവസങ്ങളിലും ഈ ഒരു ബ്ലോട്ടിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ വർദ്ധിക്കുന്നത് കൊണ്ടും നമ്മുടെ ഡൈജഷൻ സിസ്റ്റം സ്ലോ ആകുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ബ്ലോട്ടിംഗ് നിങ്ങൾക്ക് റെക്കറന്റ് ആയിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. അതപ്പോൾ പലർക്കും അനുഭവപ്പെടാറുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിലെ സൈസിൽ വരുന്ന വ്യത്യാസമാണ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസത്ത് തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് വളരെ വലുതാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ പ്രഗ്നൻസി ആകുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്നുള്ളൊരു സിഗ്നൽ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റിന്റെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ട് ബ്രസ്റ്റിലെ ടിഷ്യൂസിനൊക്കെ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ഈ ബ്രസ്റ്റ് ടിഷ്യൂസിന് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന വ്യത്യാസം കൊണ്ട് നിങ്ങളുടെ ബ്രസ്റ്റിന്റെ സൈസ് എൻലാർജ് ആകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പ്രഗ്നന്റ് ആയി പിറ്റേ ദിവസം തന്നെ ബ്രസ്റ്റിന്റെ സൈസ് 34 36 ആവില്ല കേട്ടോ. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിക്ക് ഒരു ഒരു ബൾജിങ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു മാറ്റം നമുക്ക് അവിടെ അനുഭവപ്പെടും. ഇതാണ് നമുക്ക് രണ്ടാമത് ഉണ്ടാവുന്ന മാറ്റം. മൂന്നാമത്തെ മാറ്റം ബ്രസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ബ്രസ്റ്റിന്റെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയും ബ്രൗണിൽ നിന്ന് ഡാർക്ക് ബ്ലാക്കിലോട്ട് ചേഞ്ച് ആവുന്നു. ഈ ബ്രൗൺ കളർ ആയിരിക്കും. നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കളർ ബ്രൗൺ ആയിരിക്കും. എന്നാൽ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് ബ്ലാക്കിലോട്ട് മാറും. ദെൻ എഗെയിൻ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴേക്കും എഗെയിൻ നമ്മുടെ ഒരു ബ്രസ്റ്റിന്റെ കളർ ബ്രൗണിലോട്ട് ചേഞ്ച് ആകും. അപ്പോൾ ഈ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നാലാമത്തെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വജൈനൽ ഡിസ്ചാർജിലാണ്. പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേർക്ക് വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടാറുണ്ട്. വജൈനൽ ഡിസ്ചാർജ് കാണാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്സിനെ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ സെർവിക്സ് കൃത്യമായിട്ട് ഹെൽത്തി മെഷേഴ്സ് എടുക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ വർദ്ധിക്കാറുണ്ട്. നോർമലി നമുക്ക് ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കുറവായിരിക്കും. പീരിയഡ്സ് ആകുന്നതിന് മുൻപാണെങ്കിലും അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിന്റെ അളവിലെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി എത്ര വജൈനൽ ഡിസ്ചാർജ് ആണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചുകൂടി കൂടാറുണ്ട്. ഒരുപാട് പേര് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വന്നിട്ട് ഒരു ദിവസം 2 പാൻറ്റീസ് വീതം ചേഞ്ച് ചെയ്യുന്നത്, 2-3 പാൻറ്റീസ് വീതം ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയും പലർക്കും ഉണ്ടാകാറുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും വജൈനൽ ഡിസ്ചാർജ് ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നീട് അങ്ങോട്ടേക്ക് പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ.
ഇതിന്റെ ടെക്സ്ചർ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്നതോ കുറച്ച് കട്ടിയായിട്ട് വരുന്നതോ ഒക്കെ ആയിരിക്കും വജൈനൽ ഡിസ്ചാർജ് ടെക്സ്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ക്വാണ്ടിറ്റി മാത്രമാണ്. ഇതിന്റെ അളവ് കൂടിയിട്ടാണോ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും കേട്ടോ. ആറാമതായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് ബോഡിയിൽ കാണാൻ കഴിയുന്ന ചേഞ്ചസ് ആണ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ ത്രട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന കണ്ടീഷൻസ് കൊണ്ടോ പ്രഗ്നൻസിയുടെ ഒരു ത്രൂ ഔട്ട് സമയത്ത് ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് പേര് 8 മാസം വരെ ഫുള്ളായിട്ട് പ്രൊജസ്ട്രോണിന്റെ ഇഞ്ചക്ഷൻ വെക്കുന്നവരുണ്ട്. ഈ ഒരു സ്പോട്ടിംഗ് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റേജിൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം, നമ്മൾ ഓൾറെഡി വണ്ണമുള്ള ആളുകളാണെങ്കിൽ, PCOD ഉള്ള ആളുകളാണെങ്കിൽ, തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാകുന്നത് നോർമലാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്പോട്ടിംഗ് 1 മാസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യരുത്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സ്പോട്ടിംഗ് വരുന്നതെങ്കിൽ അടുത്ത ചെക്കപ്പിന് ഡോക്ടറോട് പറയാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കാനായിട്ട് പാടില്ല. ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾ ഡോക്ടറെ ഫോണിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ നേരിട്ട് പോയി കണ്ടിട്ടോ ഈ കാര്യം പറയണം. കാരണം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് സ്പോട്ടിംഗ് വന്നിട്ട് അതിനെ ആ ഒരു സീരിയസ്നെസ് കൊടുത്തില്ല, പക്ഷെ പ്രഗ്നൻസി മിസ്കാരേജ് ആയിപ്പോയി. ദെൻ അഗെയിൻ സെക്കൻഡ് പ്രഗ്നന്റ് ആയപ്പോഴേക്കും ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഫുൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനേറ്റ് ചെയ്യാൻ പോലും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ലാത്തൊരു രീതിക്ക്, നമ്മുടെ തല പോലും പൊക്കാൻ പാടില്ലാത്ത രീതിക്ക് അങ്ങനെ കിടന്നോളാം ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. സ്പോട്ടിംഗ് വന്നു കഴിഞ്ഞാലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ടയേർഡാണ്. ഒന്നും ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൊണ്ടാണ്. ചിലർക്ക് ഉണ്ടാവുന്നത് ബ്ലഡ് പ്രഷറിൽ ലോ ആകുന്നത് കൊണ്ടാണ്. പലർക്കും പ്രഗ്നൻസി സമയത്ത് ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാവാറുണ്ട്. ബ്ലഡ് പ്രഷർ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് തല ഒന്ന് പാളി പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്ന് എഴുന്നേക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു മന്ദത നമുക്ക് അനുഭവപ്പെടുന്നത് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുന്നത് പലർക്കും ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. പിന്നെ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചിട്ടും ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ചേച്ചി, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, 5ാമത്തെ ആഴ്ചയുടെ സ്കാനിങ്ങിലായിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, കുഞ്ഞ് വിസിബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ഫീറ്റൽ പോൾ കിട്ടിയില്ല, യോഗ് സാക്ക് കിട്ടിയില്ല, ജസ്റ്റേഷൻ സാക്ക് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഡോക്ടർ റിപ്പീറ്റ് സ്കാനും പറയാറുണ്ട്. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്ത് ഫസ്റ്റ് മന്തിൽ കഴിഞ്ഞ മാസം എപ്പോഴാണ് നമുക്ക് LMP ഉണ്ടായത്, ആ സമയം മുതൽ ഈ സമയം വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ ഫസ്റ്റ് മന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്താലും നമുക്ക് ഓവുലേഷൻ നടക്കുന്നത്, നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് പ്രകാരം നമ്മൾ ചിലപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് 14 ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ കണക്കനുസരിച്ചിട്ട് നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് 30 ദിവസം ആയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും നിങ്ങളുടെ ആ ഒരു എംബ്രിയോയ്ക്കും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു തവണ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് 5ാമത്തെ തവണ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ല 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 8ാമത്തെ ആഴ്ച അല്ലെങ്കിൽ ഒരു 10ാമത്തെ ആഴ്ച വരെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാം. ഒരുപാട് പേരുണ്ട് ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ ചെയ്തു കണ്ടില്ല, 2ാമത്തെ സ്കാനിങ്ങിൽ ചെയ്തിട്ട് കണ്ടില്ല, 3ാമത്തെ തവണ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ വിസിബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴും നിങ്ങൾ ഹോപ്പ് വയ്ക്കുക, ടെൻഷൻ ആകാതിരിക്കുക, നിരാശയോടുകൂടി ഇരിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് 1ാമത്തെ മാസത്തിൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും അതുപോലെ കുഞ്ഞിന്റെ ഗ്രോത്തും ഒക്കെ കേട്ടോ. കുഞ്ഞിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വളരെ കുഞ്ഞ് സൈസ് ആയിരിക്കും കുഞ്ഞിന് കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.